അച്ചായൻ, ടോണി അച്ചായൻ, അച്ചായൻസ് ഗോൾഡ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. 40 വീട് വെച്ച് കൊടുത്തതിൽ ഒരു വീട് ടോണി അച്ചായൻ എടുത്തു കാണിച്ചത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട വീടാണോ അതോ കംപ്ലീറ്റ്ലി ടോണി അച്ചായൻ പൈസ കൊടുത്ത് നിർമ്മിച്ചു കൊടുത്ത വീടാണോ? ഉത്തരമില്ല. ടോണി അച്ചായൻ കടന്നു തുള്ളുന്നു, ടോണി അച്ചായൻ്റെ ആർമിക്കാർ ഒപ്പം കടന്നു തുള്ളുന്നു. ഈ തുള്ളലൊന്നും പോരായിട്ട് ടോണി അച്ചായൻ കാശ് കൊടുത്തിട്ട് എവിടുന്നോ കുറേ PR ടീമിനെ ഇറക്കുന്നു, അവർ കടന്നു തുള്ളുന്നു. ടോണി അച്ചായന് സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രൊഫൈൽ ശരിക്കും അറിയില്ല തോന്നുന്നു. ഈ എക്സ്ട്രീം ലെവൽ ഓഫ് സൈബർ ബുള്ളിങ്, PR അറ്റാക്കൊക്കെ നേരിട്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്തൊരു ശീലമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇമാതിരി പൂച്ചാണ്ടികൾക്ക് പൈസ കളയുന്നതിനേക്കാൾ നല്ലത് അച്ചായൻ ക്ലിയറായിട്ട് അതിനുള്ളൊരു ഉത്തരം പറഞ്ഞതാണ്. ഇത് ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ സർക്കാർ പ്രൊജക്റ്റിൻ്റെ വീടാണോ അതോ നിങ്ങൾ 4 ലക്ഷം കൊടുത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് പണി കഴിപ്പിച്ച വീടാണോ? വളരെ മാന്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് എടുത്ത വീട് ഞാൻ പണി തീരാത്തത് കൊണ്ട് അത് പണി ഫുള്ളാക്കി കൊടുത്തു, അതുകൊണ്ട് ഇത് ഞങ്ങൾ 2 പേരും കൂടി ചെയ്തൊരു പ്രൊജക്റ്റാണ്. സർക്കാരിൻ്റെ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട കാര്യമൊന്നുമില്ലല്ലോ അച്ചായ. ഇത്രയും ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ ഒന്നുകൂടി ക്ലിയറായിട്ട് നിങ്ങളോട് പറയുകയാണ്. ചാരിറ്റി ചെയ്യേണ്ടെന്നോ അച്ചായനോട് നിർത്തി പോകാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചെയ്യുന്ന മര്യാദയ്ക്ക് ചെയ്യണം, മനസ്സിലായോ? BGM കുത്തിക്കയറ്റി കുട്ടികളെ മുഖവും കാണിച്ച് സ്ക്രിപ്റ്റ് വിട്ട് നാടക ഡയലോഗും പറഞ്ഞ് പിന്നെ ഇതേപോലെ ഇത് പറയാൻ പറ്റണോ അച്ചായ? മനസ്സിലായോ? പുതിയ വീഡിയോനകത്ത് ഞാൻ BGM ഒന്നും കണ്ടിട്ടില്ല. എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട്, അതിനകത്ത് BGM ഒന്നും ഇല്ല. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള വീടാണെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ എൻ്റെ മലപ്പുറത്തൊക്കെ ലൈഫ് മിഷൻ്റെ നിന്നുപോയ വീടുകൾ ഇഷ്ടം പോലെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പൈസ കൊടുത്ത് പണി കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അവരത് പുറം ലോകത്തിനെ അറിയിക്കുമ്പോൾ അങ്ങനെ തന്നെ അറിയിക്കുക. ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് നിന്നുപോയൊരു പ്രൊജക്റ്റിന് ഞാൻ പൈസ കൊടുത്ത് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ലൈഫ് മിഷൻ അവിടെ വരണം. കാരണം സാധാരണക്കാരൻ്റെ ഓരോ ടാക്സ് കൊടുക്കുന്ന ഓരോ ആ പൈസ അതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് സർക്കാർ ചെയ്യുന്നത് സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തരും ചാരിറ്റി ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അത് പറയാതെ ടോണി അച്ചായനാണ് പോകാൻ പറ്റില്ല, മനസ്സിലായോ? എൻ്റെ ഒറ്റയ്ക്ക് എൻ്റെ 40 വീടുകളുടെ പ്രൊജക്റ്റിൽ. അതേപോലെ ടോണി അച്ചായന് ഇനിയിപ്പോൾ 40 വീടുകൾ എവിടെയെന്നുള്ളൊരു ചോദ്യത്തിനും കൂടി ഉത്തരം പറയണം. എനിക്ക് 40 വീടുകളൊന്ന് കാണിച്ചു തരാൻ പറ്റിയെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ടോണി അച്ചായന് വേണ്ടി സംസാരിക്കുന്നവരോടാണ് പറയുന്നത്, ടോണി അച്ചായൻ വെച്ച് കൊടുത്ത് 40 വീടുകളൊന്ന് നിങ്ങളൊന്ന് പോയിട്ടൊരു 40 വീടുകളുടെ ഫോട്ടോ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരണം. ബിക്കോസ് എനിക്കിപ്പോൾ സംശയമുണ്ട് അതിൽ എത്രയോ വീടുകളാണ് ഈ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് നിന്നുപോയ വീടുകൾ ഇയാൾ എടുത്ത് പണിഞ്ഞു കൊടുത്തതെന്നും കൂടി നമുക്കറിയണമല്ലോ. അങ്ങനെയാണെങ്കിൽ അത് 40ഉം ടോണി അച്ചായൻ്റെ അല്ല, കേരള സർക്കാരിൻ്റെയും കൂടി ആവും, മനസ്സിലായോ? അപ്പം അങ്ങനത്തെയൊക്കെ സംശയങ്ങളുണ്ട്. ഇതാണ് എൻ്റെ ചോദ്യം. ഇതിനുള്ള ഉത്തരം എനിക്ക് ടോണി അച്ചായനിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ടോണി അച്ചായൻ്റെ വായിൽ നിന്ന് ഇത് ലൈഫ് മിഷൻ്റെ ഭാഗമായി ലൈഫ് മിഷൻ എന്നുള്ളൊരു വാക്കേ വന്നിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ? സത്യഭാമ അവിടെ നിൽക്കട്ടെ. സത്യഭാമ അപ്പം ഇത് വേണമെങ്കിൽ ആ സെൻസിലും എടുക്കാം, മനസ്സിലായോ? ഇത് അതിന് വരെ അച്ചായൻ കടന്ന് തുള്ളുന്നു, അച്ചായൻ്റെ ആർമി കടന്ന് തുള്ളുന്നു. എടേ മക്കൾ, നിങ്ങൾക്കൊന്നും വയ്യേടേ നിങ്ങൾക്കൊക്കെ? നിങ്ങൾക്കൊന്നും വല്ല പ്രശ്നമുണ്ടോ? ഞാൻ നോക്കുമ്പോൾ കണ്ട് സീക്രട്ട് ഏജൻറ്റ് ഒരു ചായ മേടിച്ച് കൊടുത്തിട്ടുണ്ടോ? സീക്രട്ട് ഏജൻറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നീ കാറിലിരുന്ന് കൊണടിക്കുകയല്ലേ? എടാ, എൻ്റെ ഒരു കാറിലിരുന്ന് കൊണടി കാരണം നിങ്ങൾക്കൊക്കെ ഇത്രയും കുരുവൊട്ടി ഇല്ലേ? പിന്നെ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അത് എൻ്റെ പേഴ്സണൽ കാര്യം. ഞാൻ അച്ചായനെ പോലെ BGM ഇട്ട് അങ്ങനെ അച്ചായൻ എന്ന് പറഞ്ഞ പേര് പറഞ്ഞിട്ടില്ല. രജനീഷനോട് എടുത്തു പറഞ്ഞു. സായി അച്ചായൻ്റെ പ്രൊഫൈൽ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗ്രോത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അച്ചായൻ്റെ പ്രൊഫൈൽ പലർക്കും അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് വളരുക എന്നുള്ളൊരു എക്സാമ്പിൾ വരെ കാണിച്ചു കൊടുക്കാൻ രജനീഷ് ചേട്ടൻ പലർക്കും എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോണി അച്ചായൻ എന്നുള്ള പേരിന് ഞാൻ ഭയങ്കര ഫെമിലിയറാണ്. ഈ ഇരിക്കുന്ന പാവപ്പെട്ട അച്ഛനും അമ്മയും ടോണി അച്ചായൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അതെനിക്ക് അപ്പോഴും എൻ്റെ മൈൻഡിൽ ഉണ്ടാവുമായിരുന്നു, എനിക്ക് മനസ്സിലാവുമായിരുന്നു. അതൊരിക്കലും അവർ പറഞ്ഞിട്ടില്ല. പറയാത്ത സാധനം ഞങ്ങൾ എങ്ങനെ കട്ട് ചെയ്ത് കളയും? അപ്പോൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ എഗെയിൻ ടോണി അച്ചായനോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങളിട്ട സ്ക്രിപ്റ്റ് ആണെങ്കിൽ വളരെ മോശം പരിപാടിയാണത്. ഓക്കെ, ഇപ്പോൾ BGM കളഞ്ഞു, ഇനി ഈ സ്ക്രിപ്റ്റ് പരിപാടി നിർത്ത്. നിങ്ങളെ പഴയ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടോണി അച്ചായനോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ സ്വയം പഴയ വീഡിയോസ് ഒന്ന് എടുത്തു നോക്ക്. ഈ പറഞ്ഞ ഓവർ ആക്ടിങ് നാടകം കളി നിങ്ങൾ കളിച്ചിട്ടുണ്ടോ പണ്ട്? ഇല്ല. ഇപ്പം ഈ കുറേ PR എണ്ണങ്ങൾ നിങ്ങളെ കാശ് വിഴുങ്ങാൻ വേണ്ടി ഒപ്പം നിന്ന് നിങ്ങളെ കൊണ്ട് ഈ പെടാപ്പാട് പെട്ട പരിപാടി എടുപ്പിക്കുകയാണ്. ചുമ്മാ ഇതിനൊക്കെ നിന്ന് കൊടുത്ത് ഏറെ പോകേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിലും പോകും കുറച്ച് കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഇതിൻ്റെ പേരിൽ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആശ്വസിക്കുക. കഴിഞ്ഞിട്ടില്ല, ബാക്കി കൂടി കാണാം.
തറ കെട്ടിക്കൊടുത്ത് തറ തീർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത്. തറ കെട്ടി ഇത്രയും മനോഹരമായ ഒരു വീട് പണിത് ഇവർക്ക് ഞാൻ കൊടുത്തു. 4 ലക്ഷം രൂപ, അതായത് 1 ലക്ഷം ഇവർക്കും 3 ലക്ഷം മേസ്തിരിക്കും കൊടുത്ത് 4 ലക്ഷം രൂപയ്ക്ക് ഈ വീട് തീർത്തു. അത് ടൈല് പോലും വേണ്ടാന്ന് ഉദ്ദേശിച്ചെടുത്ത് ഞാൻ പറഞ്ഞു ടൈലും കൂടെ വേണമെന്ന് പറഞ്ഞ് നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ ഈ വീട് പണിത് കൊടുത്തു. ആ വീട് പണിത് കൊടുത്തതിന്റെ പേര് ഞാൻ കേൾക്കുന്ന വിമർശനങ്ങൾ എന്താ വെച്ചാൽ എന്നെ ഇട്ട് വേട്ടയാടുവാണ് എന്നെ ഇട്ട്. ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. സെക്രട്ടറി വന്ന് ഫോട്ടോ എടുത്തോണ്ട് പോയി. സെക്രട്ടറി വന്ന് പഞ്ചായത്തിൽ നിന്ന് വന്ന് പറയുന്ന വാക്കുകളിൽ അച്ചായൻ പണിത് തന്നാണ് ഈ വീടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഗം മാത്രം കട്ട് ചെയ്തു. അപ്പം 3 ലക്ഷവും 1 ലക്ഷവും തന്ന ഞാൻ മണ്ടൻ അല്ലേ? നമ്മൾ ഇത് പണിത ഒരു മേസ്തിരി ഇല്ലേ, മേസ്തിരി അങ്ങോട്ട് വിളിക്കണ്ടേ? നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ചേട്ടാ വന്നേ, ചേട്ടാ ഈ വീട് പണിത് ചേട്ടനാണ്, മൊത്തം പണിത് ചേട്ടൻ തന്നെയാണല്ലോ. തറ കെട്ടി കിടന്ന വീട്ടില് മൊത്തം ഇവർക്ക് ഞാൻ 1.5 കൈ കൊടുത്തു. അത് ഇവർ തന്നെ പറയുന്നുണ്ട്. ചേട്ടന് ഞാൻ 3 തന്നു. നല്ല രീതിയിൽ തന്നെ ടൈലും ഇട്ട് നല്ല വീടും പണിയണമെന്ന്. 40 വീട് എന്ന് പറഞ്ഞിട്ട് ലൈഫ് മിഷന്റെ വീടിന്റെ മുകളിൽ വീട്, തറേന്റെ മുകളിൽ വീട് കെട്ടിയിട്ടാണോ പറയണേ എന്നുള്ള ചോദ്യം വരും. അച്ചായം വലിയ കാര്യത്തിൽ എല്ലാവരും വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അച്ചായം പറഞ്ഞ മാതിരി റിപ്പോർട്ട് അടിക്കുക, എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് അച്ചായൻ ആർമി സീക്രട്ട് ഏജന്റിനെ തീർത്തുകളാ, അച്ചായനെ പറയുന്നവരെ തീർത്തുകളാ. എടാ നിങ്ങൾ അടിമകളാണോ ഇവിടെ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, നിങ്ങൾ വല്ലൊരു അടിമകളാണോ ഈ അച്ചായൻ്റെ വാക്കും കേട്ടിട്ട് ഇന്നെ ഒന്ന് തെറി വിളിക്കാനും ചീത്ത പറയാനും, എന്നുടൽ അച്ചായന് എന്നുയിര അച്ചായന് എന്ന് പറയാൻ? എടാ മണ്ടന്മാരെ, ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇയാളെ ബിസിനസ് വളർത്തിക്കൊണ്ട് പോവുകയാണ്. പോട്ടെ, വെറും 4 ലക്ഷം രൂപ, വെറും 4 ലക്ഷം എന്ന് ഞാൻ പറയാൻ കാരണം അപ്പുറത്ത് സർക്കാർ ഇട്ട 4 ലക്ഷത്തിന് ഇവൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. മനസ്സിലായോ? സർക്കാർ നമ്മൾ സാധാരണക്കാർ നികുതി കൊടുക്കുന്ന പൈസയിൽ നിന്ന് ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ പദ്ധതി തുടങ്ങി അതിൽ നിന്ന് 4-5 ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും തറ കെട്ടാനും ഈ പറഞ്ഞ പാവങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിന് ഇവന് വില കൽപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പം അവൻ്റെ 4 ലക്ഷത്തിന് അത്ര വില മതി. അപ്പം ഇവൻ്റെ 4 ലക്ഷം രൂപ ഇവൻ ഇത്ര കരഞ്ഞ് സങ്കടം വിളിച്ച് പറയുമ്പോൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇവർക്കടക്കം വീടിന് വേണ്ടി സ്ഥലം എടുത്തതും തറ കെട്ടിയതുമായിട്ടുള്ള പൈസ നമ്മൾ ഓരോരുത്തരുടെയും പൈസയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾക്ക് ബുദ്ധി പോകുന്നില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ നെഞ്ഞത്തേക്കല്ല വരണ്ടേ, നിങ്ങൾ സർക്കാരിൻ്റെ നെഞ്ഞത്തേക്ക് പോകും. എന്നിട്ട് സർക്കാരിനോട് പറ ഈ 4 ലക്ഷം കൊണ്ടൊന്നും ആവണില്ല എന്നുള്ളത്. ഇത് അയ്യോ, എന്തായാലും അച്ചായൻ ഇപ്പോഴും ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ ക്ലാരിറ്റി ഇല്ല. ലൈഫ് മിഷൻ എന്നത് പറഞ്ഞിട്ടില്ല. അൽഫുട്ടി സൂരജ് അവിടെ പോയിട്ട് പൈസ കൊടുത്തു പോകുന്നതാണ്. വീടിൻ്റെ കാര്യമൊന്നും സൂരജ് അന്ന് പറഞ്ഞതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടില്ല, ആ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല. സൂരജും ഇന്ന് അച്ചായൻ്റെ ഒപ്പം അവിടെ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ട്. സൂരജ് പറയുന്നത് നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഈ ടോണി അച്ഛനായിട്ടുള്ള ഒരു ഇഷ്യൂവിൽ ഞാനും ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ആ ഒരു വീട്ടിൽ പോയി വീഡിയോ ചെയ്യണത് ഞാനാണ്. എന്റെ പേജിലാണ് ആദ്യമായിട്ട് ഇവരെ വീഡിയോ വരുന്നത്. ഈ ഒരു അച്ഛന്റെ അമ്മയുടെയും വീഡിയോ ചെയ്യാൻ വേണ്ടി മെസ്സേജ് ഇട്ടത് ഈ ഒരു കാലില്ലാത്ത ആ ഒരു ചേട്ടന്റെ സഹോദരിയുടെ മോനാണ്. അപ്പൊ ആ ഒരു ഒട്ടും നിവർത്തിയില്ലാത്ത ഒരു മണ്ണിട്ട വീട്ടിൽ താമസിക്കുന്നതെന്ന് കഴിക്കാനും ഒരു വക ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്, അത്രയും വിഷമം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വിഷമായി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയും കൊടുത്തു, അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ചെന്തെങ്കിലും സഹായം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. പക്ഷെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് 3 ദിവസം മുന്നേ അച്ചായൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നും ഇവർക്കൊരു വീട് പണി തീരാത്തൊരു വീടുണ്ട്, ആ വീട് പൂർത്തിയാക്കാൻ വേണ്ടി പൈസ കുറച്ച് കൊടുത്തെന്നും അതേപോലെ സാധനങ്ങളും പൈസയൊക്കെ കൊടുത്തെന്നുള്ളത് അറിഞ്ഞത്. പക്ഷെ ഞാൻ അവിടെ പോയി സാധനങ്ങളും അവർക്ക് പൈസയും കൊടുത്ത സമയത്തൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. അച്ചായൻ വന്ന കാര്യമോ ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അത് അവരെന്നും മറച്ചു വെച്ചൊരു കാര്യം. അപ്പൊ ഇവിടുത്തെ ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് ഫുള്ളായിട്ട് അച്ചായനാണോ പണിത് കൊടുത്തതെന്ന്. ഈ ഒരു വീട് ഫുള്ളായിട്ട് പണിത് കൊടുത്തത് അച്ചായനല്ല. അപ്പൊ ഇതിന്റെ യഥാർത്ഥ സത്യസന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സ്ഥലത്ത് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീടെന്ന് BGM ഇട്ട് കാണിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ BGM ഇട്ട് ഇതേപോലെ അല്പത്തരവും പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ചോദ്യം ചെയ്യൽ വരില്ല. ഇതേപോലെ ഒരു സ്വർണ്ണക്കടേൻ്റെ പരസ്യത്തിൽ അവിടെയും ചാരിറ്റി കുത്തിക്കയറ്റി അത് ബിസിനസ് ആക്കുന്ന ഒരാളെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നമ്മളെ നാട്ടുകാർ അത്ര ഒട്ടന്മാരായോ? പിന്നെ ഈ വരുന്ന PR കമൻറ്റുകളും അല്ലെങ്കിൽ അച്ചായന് വേണ്ടി സംസാരിക്കുന്ന കുറേ പേജുകളും കുറേ ആളുകളും, എടാ ഇവർക്കൊക്കെ അതിൻ്റേതായ ബെനിഫിറ്റ്സ് കാണും. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾ നോക്കണം. അച്ചായനെ കൊണ്ട് അത് തൂക്കാൻ പറ്റിയിട്ടില്ല. അത് എൻ്റെ ഈ അച്ചായനെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ എൻ്റെ ഓഡിയൻസ്, യൂട്യൂബിലെ ഓഡിയൻസ് വളരെ ഹെൽത്തി ആയിട്ടുള്ള കമൻസ് എല്ലാവരും ഇടുന്നത്. ഇവിടെ കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു മനുഷ്യർ, അതായത് പൈസ കൊടുത്ത് ഇറക്കിയവരുടെ കമൻസ് കണ്ടിട്ട് ആൾക്കാർ വീഡിയോ കാണാതെ അന്ന് വിട്ട് പോവാണ്. ഇവിടെ ഈ കമൻറ്റ് ബോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ വളരെ മെച്യൂർ ആയിട്ടുള്ള ഓഡിയൻസിന് സാധനം കത്തിയിട്ടുണ്ട്.
വെരി അൺഫോർച്ചുനേറ്റ്ലി PR വർക്ക് നടക്കുന്നത് മെറ്റൽ മാത്രമാണ്. എന്താണെങ്കിൽ അൽഫുട്ടി സൂരജിന്റെ ബാക്കി കൂടി കാണാം. അപ്പൊ ഇതാണ് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ. അപ്പൊ പുള്ളി അവിടെ 4.5 ലക്ഷം രൂപ കൊടുത്തത് സത്യമായിട്ടുള്ള കാര്യമാണ്. 1.5 ലക്ഷം രൂപ അമ്മയുടെ കയ്യിലും കൊടുത്ത് 3 ലക്ഷം രൂപ പണിക്കാരന്റെ കയ്യിലും കൊടുത്തു. അതിന്റെ വീഡിയോയിലുണ്ട്. അപ്പം പണി തീരാതെ കിടന്ന ലൈഫിന്റെ വീടിനെ പൂർത്തീകരിച്ച് ഇപ്പം നല്ലൊരു അടിപൊളി വീടാക്കി കൊടുത്തത് അച്ചായനാണ്. ലൈഫ് പദ്ധതിയിൽ ഇവിടെ കിട്ടിയതാണ്. അത് എത്ര ലക്ഷം രൂപ ആദ്യം കിട്ടി? കം ഓൺ ഗൈസ്, അയാൾ പൈസ കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എഗ്രിമെൻ്റ് ഉണ്ട്, അതിനകത്ത് പൈസ കാണുന്നുണ്ട്, എല്ലാം ശരി. ബട്ട് എനിക്കൊന്നും എനിക്ക് ഇവരുടെ ആരുടെയും വർത്തമാനത്തിലൊരു കൺവിൻസിങ് ആയിട്ടുള്ളൊരു ഫാക്ടർ കാണുന്നില്ല. മനസ്സിലായോ? ആ അച്ഛൻ നിലത്തിരുന്ന് പറയുന്നത് 1.5 ലക്ഷം തന്നുള്ളൂ, 3 ലക്ഷം ഞങ്ങളെ തന്നിട്ടുള്ളൂ. അതിൻ്റെ മുന്നേ 3 ലക്ഷം തന്നെന്ന് പറയും, പിന്നെ 1.5 ലക്ഷം തന്നുള്ളൂ എന്ന് പറയുള്ളൂ. ഇപ്പുറത്ത് മേസ്ത്രി വന്നിട്ട് 3 ലക്ഷം മേസ്ത്രിക്കാണ് കൊടുത്തതെന്ന് പറയുന്നു. ആദ്യം പറഞ്ഞു തറ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങൾക്ക്, കട്ട വെച്ചു തട്ടടിച്ചു എന്ന് പറയുന്നു. കട്ട വെച്ച് തട്ടടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ നാട്ടിൽ കട്ട വെച്ച് തട്ടടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറയുടെ മുകളിൽ കല്ല് വെച്ചു, തട്ടടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ അടിച്ച് കയറ്റുക. എന്നിട്ട് അതിനുശേഷം അച്ചായൻ വന്നു 4 ലക്ഷം മുടക്കി. ഓക്കെ, അവിടെ മറ്റേ ടൈൽസ് ഇട്ടു, അത് പെയിൻ്റ് അടിച്ചു, വാതിൽ വെച്ചു, ചിലവായിട്ടുണ്ടാവും, ഇല്ലയെന്ന് പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചെങ്കിൽ, ലൈഫ് മിഷനിൽ അപ്പം കിട്ടിയ പൈസയ്ക്കൊന്നും പേർക്ക് ആർക്കും വിലയില്ല. അതായത് നമ്മൾ നാട്ടുകാർ കൊടുത്ത പൈസയ്ക്കൊന്നും വിലയില്ല. അച്ചായൻ കൊടുത്ത 4 ലക്ഷത്തിന് നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ അതിന് ഭയങ്കര ഭൂകമ്പം ഉണ്ടാക്കാൻ എല്ലാവരും കൂടി ഇറങ്ങി തിരിച്ചിരിക്കുക. ആദ്യം നമുക്ക് സ്വന്തം പൈസയ്ക്ക് നമുക്ക് വില വേണ്ടേ? അതല്ലേ വേണ്ടേ? ഇപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഇത്ര കോൺഫിഡൻ്റ് ആണ് അച്ചായൻ ഈ 40 വീട് വെച്ച് കൊടുത്തതിൽ ഇനി ഒരു ലൈഫ് മിഷൻ വീടില്ല എന്നുണ്ടെങ്കിൽ അച്ചായൻ അത് കാണിച്ചു തരാം. അതായത് വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അച്ചായൻ സ്ഥലം മേടിച്ച്, അച്ചായൻ തറ കെട്ടി, അച്ചായൻ വീട് വെച്ച് കൊടുത്ത 40 വീടുകൾ. ഇനി മാപ്പ് വേണ്ട, ഒരു വീട് ഇങ്ങനെയാണ്, 39 വീടുകൾ അച്ചായനൊന്ന് കാണിച്ചു തരും എനിക്ക്. അച്ചായൻ അതൊന്ന് കാണിച്ചു തന്നാൽ മതി. എഗെയിൻ ഞാൻ അച്ചായനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ശരി ഇത് ലൈഫ് മിഷനും അച്ചായനും കൂടി വെച്ച വീട്, ഇനിയിപ്പോൾ അച്ചായൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ അതങ്ങോട്ട് ഉറപ്പിച്ചു, നാട്ടുകാർക്കും അത് മനസ്സിലായി. ഓക്കെ, നിങ്ങൾ ഇനി ഗവൺമെൻറ്റിൻ്റെ മറ്റേ ഇതൊന്നും നിങ്ങൾ എടുത്ത്, മറ്റേ അച്ചായൻ പറയുന്നില്ലല്ലോ ലൈഫ് മിഷൻ എന്നുള്ളത്, ഗവൺമെൻറ്റിനോട് എന്തെങ്കിലുമൊക്കെ ദേഷ്യം കാണുമായിരിക്കും, അതിന് ഗവൺമെൻറ് നിങ്ങളും തമ്മിൽ തീർക്ക്. ശരി, അച്ചായൻ്റെ ബാക്കി 39 വീടുകൾ അച്ചായനൊന്ന് ഇതേപോലെ, അച്ചായനൊരു പ്രമോഷനാണല്ലോ. ഇപ്പം എന്നെ കുറ്റം പറയാനും ചീത്ത പറയാനും എന്നെ തെറിവിളിക്കാനും നടക്കുന്നവരെല്ലാവരും കൂടി ഒരു ദിവസം വണ്ടി എടുത്ത്, അച്ചായൻ്റെ ചെയ്ത് തന്നെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട്, വണ്ടി കയറി അച്ചായൻ ഫുഡൊക്കെ മേടിച്ച് തരും, അച്ചായൻ്റെ ഒപ്പം പോവുക. 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ചിലപ്പോൾ പിടിക്കുമായിരിക്കും, അങ്ങനെ 10-39 വീടുള്ളതുകൊണ്ട് നിങ്ങൾ ഒരാഴ്ച സമയം എടുത്തിട്ട് 39 വീടുകൾ, അച്ചായൻ വെച്ച് കൊടുത്ത 39 വീടുകൾ ഒന്ന് കാണിച്ചു തരണം. ലൈഫ് മിഷൻ വീടുകൾ ഉണ്ടോ ഇല്ലേ എന്നൊന്നും അറിയാം, ഇല്ലെങ്കിൽ മേടിച്ച് വെച്ച് കൊടുത്ത സ്ഥലവും വീടും കാണുമ്പോൾ നമുക്ക് എത്ര രൂപ അച്ചായൻ ചിലവാക്കി എന്നുള്ളതിനൊക്കെ. അപ്പം അച്ചായനാണുള്ളത് ബൂസ്റ്റ്, ഞാനപ്പോൾ ഇടിഞ്ഞ് താഴെ പോവും, അച്ചായനതൊരു ബൂസ്റ്റാണ്. ആ 39 വീടുകളൊന്ന് അച്ചായൻ, അല്ലെങ്കിൽ അച്ചായൻ എന്നെ പേഴ്സണലി വിളിക്കാം, എനിക്ക് മെസ്സേജ് അയച്ച പോലെ അഡ്മിനെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കണ്ട, മറ്റേ അഡ്മിൻ കളി ഉണ്ടല്ലോ ആ നാടകം ഇനി എൻ്റെ അടുത്ത് വേണ്ട. അച്ചായന് നേരിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ മെസ്സേജ് അയക്കുക എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ, ഞാൻ അച്ചായനെ ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല. അച്ചായൻ റിപ്പോർട്ട് അടിച്ച് കളയണമെന്ന് പറയുന്ന പോലെ എനിക്ക് പറയാൻ ആർമിയോ അല്ലെങ്കിൽ ആൾക്കൂട്ടൊന്നും നമുക്കില്ലടേ, ഒറ്റയാൻ പട്ടാളമാണ്. അതുകൊണ്ട് അച്ചായനൊരു കാര്യം ചെയ്യും, എനിക്ക് മെസ്സേജ് അയച്ചോ, അയച്ചിട്ട് വേണമെങ്കിൽ ഞാൻ വരാം, ഞാൻ വന്നിട്ട് നമുക്കൊരു 2-3 ദിവസം അച്ചായൻ്റെ ഒപ്പം നിന്നിട്ട് 39 വീടുകളും അച്ചായൻ എനിക്കൊന്ന് കാണിച്ചു തരാം. അച്ചായൻ വെച്ചു കൊടുത്തു എന്ന് പറയുന്ന 39 വീടുകളും ആ 39 ഫാമിലി. അപ്പം പിന്നെ ഞാൻ കൺവിൻസ് ആയാൽ പിന്നെ ഈ ഇഷ്യൂ ഇവിടെ തീർന്നല്ലോ, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നോക്കിയാലോ നമുക്ക്, അത് കുറച്ചും കൂടി നന്നായിരിക്കും എന്നെൻ്റെ മനസ്സ് പറയുന്നു. ഓക്കെ, പിന്നെ അച്ചായന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകളോടാണ് കർമ്മ.